ലീല ടിപ്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെല്ലാം ആയിട്ട് തോട്ടത്തിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ഏലത്തിൻ്റെ പണിയെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ചുവടെല്ലാം നല്ലപോലെ ഒന്ന് തെളിച്ച് എല്ലാം റെഡിയാക്കിയാലേ നമുക്ക് മറ്റേ വളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കുട്ടികളെയും കൂടെ കൃഷി പഠിപ്പിക്കുകയാണ്. കൃഷിയല്ല, കാട് പറിക്കാൻ. റെഡിയല്ലേ? ഒരാള് അരുവായുമായിട്ട് ഇങ്ങനെ വീശാൻ നിൽക്കുക. നിലത്ത് കൈ തൊടാൻ കഴിയലായിരിക്കും. ഇവന്മാരെ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് നമുക്ക് ഇവന്മാർക്ക് വീതം വെച്ച് കൊടുക്കാം ഓരോ ഏരിയ കേട്ടോ. അച്ചമ്മച്ചയുടെ അപ്പുറത്ത് ചെന്നിട്ട് ആ 2 ഏലത്തിന്റെ ഇടയിൽ കൂടെ ഉള്ള കാട് പറിച്ച് മേളിലോട്ട് വെക്കോ. അതിന്റെ അപ്പുറത്ത് കുഞ്ഞിയും വെക്കോ കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നിൽക്കണ്ട, അപ്പുറത്ത് വെക്കോ. ആരാ ഏറ്റവും ആദ്യം മേളിൽ ചെല്ലുന്നത് നമുക്ക് നോക്കണം. അല്ലില്ല, ആര് ഫസ്റ്റ് ഒന്നുമില്ല. ഇവിടെ ഒരു അസിസ്റ്റന്റും ഇല്ല. പണിയെടുക്കാൻ വന്നാൽ പണിയെടുത്തോളാം. ഇത് പഠിച്ചിട്ട് വേണം അടുത്ത പ്രാവശ്യം ചെയ്യാൻ. ശമ്പളമൊക്കെ ഉണ്ട്. മുതലാളിക്ക് എന്തിനാടാ ശമ്പളം? നിങ്ങളാണ് ഇതിന്റെ മുതലാളിമാര്. അപ്പോൾ നിങ്ങൾക്ക് ശമ്പളമല്ല, നിങ്ങൾക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പം പണിയെടുത്ത് പഠിക്കണം. അപ്പോൾ തുടങ്ങിക്കോ. ഞങ്ങൾ ഇവിടെ വരെ അച്ചമ്മച്ചി നല്ല സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട് കണ്ടോ. എക്സ്പീരിയൻസ് ആക്കി എടുക്കണം നമ്മൾ. കൊച്ചച്ഛന് നല്ല ഫാസ്റ്റായിട്ട് പണി ചെയ്യും. കൊച്ചച്ഛൻ സ്ഥിരമായിട്ട് ചെയ്യുന്നല്ലേ. അതെ അതെ അതെ. അപ്പോൾ കുഞ്ഞി മടിച്ച് നിൽക്കാതെ കളത്തിലിറങ്ങും കുഞ്ഞി. എനിക്ക് രാവിലെ അങ്ങോട്ടൊരു സ്റ്റാർട്ടിങ് മടിയാണല്ലോ കുഞ്ഞി. സ്റ്റാർട്ടിങ് മടിയാണല്ലോ. അമ്മ എന്നാ പറഞ്ഞേ? പിള്ളേരെ അടവ് പഠിപ്പിക്കും. പണിയൊക്കെ അപ്പോൾ കുഞ്ഞി പറഞ്ഞേ കേട്ടല്ലോ. ഇത് കണ്ടോ, നല്ല സെറ്റായിട്ട് അങ്ങോട്ട് പറിച്ച് കയറിക്കും. നല്ല വൃത്തിയായിരിക്കണം. അതിനകത്ത് ചെയ്യുന്ന ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യണം. അങ്ങനെ തന്നെ പോട്ടെ. ചോട്ടിന്ന് തൊട്ട് വലിച്ചു പറിച്ചേ. മണ്ട പറിക്കാതെ വേര് കൂട്ടി അതിന്റെ ചോട്ടീന്ന് പറിച്ചെടുക്കണം. അതിന്റെ കൂടെ മണ്ണൊന്നും ഒരു കുഴപ്പമില്ല. മണ്ണൊന്ന് കുടഞ്ഞങ്ങ് കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതിന്റെ കൂടെ കൂട്ടിയിട് കേട്ടോ. അവൻ പറിച്ച വെള്ളമെല്ലാം അവൻ വേറെ മാറ്റിയിട്ടോളാന്ന്. എല്ലാം നമ്മൾ പറിച്ചതാന്ന് പറയും. അത് കൊള്ളാലോ. അതിനാ നിങ്ങളെ ഓരോ നിരയിൽ ഇരുത്തിയേക്കുന്നത്. നിങ്ങൾ പറിക്കുന്നിടം എത്ര പറിക്കുന്നെന്ന് നമുക്കറിയാം. വെള്ളക്കെണ്ണമില്ലടേ. നിന്റെ ഏരിയ നീ കവർ ചെയ്ത് ഏറ്റവും മേളിൽ ചെന്നാ മതി. അത് കൊള്ളാലോടാ. അപ്പൊ ഏറ്റവും മേളിൽ പോയി പറിച്ചു കഴിഞ്ഞാൽ അപ്പം ബാക്കി ആര് പറിക്കും? മേൽവശം മാത്രമല്ല നോക്കുന്നത്. ഇത് കണ്ടോ, അച്ചമ്മച്ചിയൊക്കെ പറിച്ച ഏരിയ കണ്ടോ. ഷീറ്റിംഗ് ഒന്നുമില്ല, അത് കറക്റ്റാ. അതൊന്നും കുഴപ്പമില്ല. ഇത് കണ്ടോ, കീഴാർനെല്ലി നിൽക്കുന്നുണ്ടോ. കീഴാർനെല്ലി നല്ല മരുന്നാണ്. അത് മാത്രമല്ല, മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന ഒരു മെയിൻ മരുന്നാണ് ഈ കീഴാർനെല്ലി. ഇത് കരളിന് ഏറ്റവും നല്ല സാധനമാണ്. ഇത് ഈ ലീഫ് 52 എന്നും പറഞ്ഞൊരു സാധനമൊക്കെ ഇതിൻ്റെ കണ്ടൻ്റാണെന്നാണ് പറയുന്നത്. കണ്ണിൽ മണ്ണ് പറിച്ചെടുക്കുമ്പം നമ്മൾ സ്പീഡിൽ കുടയല്ലേ. അപ്പോൾ പതുക്കെ അങ്ങോട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. കോപ്പി എന്നാ പരിപാടിയാണോ? ഹാൻഡ് വീഡറുമായിട്ട് നടക്കും അല്ലേ. അത് എടുത്തുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അവിടെ ഇരുന്ന് പറിക്കും. കൈക്ക് പറിച്ച് മാറ്റണം. കണ്ടോ എങ്ങനെ അങ്ങനെ മൂടോടെ പറിച്ച് ഇവൻ്റെ വേര് സഹിതം പറിച്ച് മാറ്റിക്കളയണം. മനസ്സിലായോ? കയ്യെ മണ്ണൊക്കെ പറ്റും, ചെളി പറ്റും. അതൊന്നും മൈൻഡ് ചെയ്യല്ലേ കേട്ടോ.
നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഈ ഒരു സ്ഥലം മാത്രം ചെയ്താലോ? ആ ഇത് മേളി വരെ പറിക്കണം, ആ അവിടം വരെ. ആ ഇന്നൊരു ദിവസം ഈ ഒരു സ്ഥലം മാത്രം. നീ ഇങ്ങനെ ഇത് പിടിച്ചോണ്ടിരുന്ന കാട് പറിയല്ലേ? പറ്റിക്കുന്നു ഒന്നും പറ്റിയില്ല. ഇല്ലേ? ആ കുഞ്ഞി പുതിയ കയ്യേൽ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ കയ്യില് പറ്റത്തില്ലേ? ആ ആണെങ്കിൽ അത്യാവശ്യം മുള്ളൊന്നും കൊണ്ടാലും കുഴപ്പമില്ല. ആ മണ്ണങ്ങ് കുടഞ്ഞുകളാ. ആ അങ്ങനെ എന്നിട്ട് ആ കാട് ഇങ്ങോട്ട് ഇതിൻ്റെ മേളിലോട്ട് കൊണ്ട് നോക്ക്. കണ്ടോ? ആ നല്ലപോലെ പറിക്കണം. ആ അങ്ങനെ പറിക്കുന്ന ഭാഗം നല്ല വൃത്തിയായിട്ട് പറിച്ചു പോകണം കേട്ടോ. ഇവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരാളേ ഉള്ളൂ. കണ്ടോ? വന്നപ്പോൾ മുതൽ മിണ്ടാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് കാട് പറിക്കുക. കാടിനോടാണോ ആത്മാർത്ഥത അതോ ജോലിയോടോ? കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം കൊണ്ടേ ആ 2 പേര് 3 ദിവസം കൊണ്ട് പറിച്ചു. ആ ഇന്ന് എത്ര പേരുണ്ട്? നമ്മള് ഇന്ന് 5 പേരുണ്ട്. ഒരു ദിവസം കൊണ്ട് പറിച്ചു തീർക്കണം. എന്നെ കണ്ടമാനം ജോലി എടുപ്പിക്കില്ല. എന്നെ അത് കൊള്ളാലോ. എല്ലാരും റെസ്റ്റ് എടുക്കാൻ വന്നാന്ന് തോന്നുന്നു. നമ്മള് രണ്ടും മാത്രമേ ഉള്ളൂ പക്ഷെ പണിയാൻ വന്നു. റെസ്റ്റ് എടുക്കാൻ വന്നേക്കുന്നത്. അത് കൊള്ളാം. അപ്പനും മക്കളും കൂടെ വീട്ടിലോട്ട് പോയി. എണ്ണ ഉണ്ടായിട്ട് ഇല്ലില്ല, ആണോ അവിടെ പിള്ളേർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നോക്ക്, അച്ഛമ്മച്ചിനെക്കാട്ടിലും പറിച്ചു. ആ നോക്ക്, അത് കണ്ടോ? അമ്മച്ചി പറിക്കുന്ന ആഞ്ഞ് ഉത്സാഹിച്ച് പറിക്കുന്നുണ്ട് അവിടെ. പിള്ളേരെ നല്ലപോലെ പണിയെടുത്ത് പഠിപ്പിക്കണമെന്നായിട്ട്. പിന്നല്ലാതെ ഇത് ചെയ്ത് പഠിച്ചാലല്ലേ അവർക്ക് ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ചെയ്തോളും. നല്ല രീതിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ചിങ്ങ് പോരെ. ആ ഇത് ഒരു ദിവസം കൊണ്ട് എക്സ്പീരിയൻസ് ആകത്തില്ലല്ലോ, ചെയ്തല്ലേ ആകത്തുള്ളൂ. ഇന്നലെ വൈകുന്നേരം ഒരു കുറച്ച് സമയം കിട്ടിയപ്പം വന്ന് പറിച്ചത് അത്രേ ഭാഗം. ഇന്നലെ നമ്മൾ പറിച്ചിട്ടതുണ്ട്, എല്ലാം നല്ലപോലെ വാടി. വെയിലല്ലായിരുന്നു, നല്ല ചൂടാണ്. വൈകിട്ട് പറിച്ചിട്ടും രാവിലെ ആയപ്പോൾ തന്നെ നല്ലപോലെ വാടി കിടക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് പറിക്കണം. മേളിലോട്ട് വെയിലാകുന്നതിന് മുമ്പ് ഈ ഭാഗം പറിച്ച് തീർത്തിട്ടേ താഴോട്ട് ഇറങ്ങിപ്പോകാം. ഇവിടെ കണ്ടോ, പിള്ളേർ കണ്ടോ, ഇവർ നല്ല ആഞ്ഞ് പണിയുന്നുണ്ട്. നിങ്ങളോ? ഞങ്ങളിവിടെ കണ്ടില്ലേ, ഒന്നും ചെയ്യുമല്ല. പിള്ളേര് മാത്രം പണിയുന്നേ കാണുള്ളൂ. ആ ഞാൻ പിള്ളേരോടാ പറഞ്ഞത്. പിള്ളേർ പണിയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കട്ടെ, അവന്മാരുടെ അടുത്ത് നോക്കട്ടെ. അല്ല, കുറേ പറിച്ചു. ഇതുണ്ടോ ഇവിടെ എല്ലാം പറിച്ചു. ഇവിടെ അതേ കുഞ്ഞിയൊക്കെ നല്ല സെറ്റായിട്ട് പറിക്കുന്നുണ്ട്. ഇത് കണ്ടോ കൂട്ടി വെച്ചേക്കുന്നത്? ഇത് ആ കൊള്ളാം. അതൊന്നുമല്ല, പണിക്കകത്ത് കള്ളത്തരമൊന്നുമില്ല. അതൊക്കെ കറക്റ്റാണ്. ഈ ഏരിയ എല്ലാം ഇവിടെ എല്ലാം പറിച്ചിട്ടുണ്ട്. ഇതെന്തുവാടാ, ലുട്ടാപ്പിയുടെ കുന്തോ ഈ കിടക്കുന്നത്? അത് വെറുതെ അത് പോയി അവിടുന്ന് ചുമന്നുകൊണ്ട് ഇവിടെ വന്നല്ലേ? അതെങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ആണോ? ഓ കുഞ്ഞി, നമ്മുടെ ജിമ്മൻ ആരോഗ്യമുണ്ടോ? കുറവാ. ആണോ? പോകുന്നതിന്റെ ഗുണമൊന്നുമില്ല. ആണോ? മുട്ട തിന്നാനുള്ള ഒരു പോക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും മുട്ട വാങ്ങിപ്പിക്കുന്നുണ്ട്. 2 മുട്ട തിന്നുന്നുണ്ട്, 4-5 മുട്ട തിന്നണം. ആ കൊള്ളാം. മുട്ട തിന്നാനുള്ള ഒരു മെയിൻ അളവാണ് കേട്ടോ ഈ ജിമ്മിലെ പരിപാടിയും തോന്നുന്നു. 4 കോഴീനെ വാങ്ങിച്ചു കൊടുത്താൽ മതി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്, പരിപാടിക്ക്. നമുക്ക് ഇതേലൊരു ട്രീ ഹൗസ് പഠിച്ചാലോ? ഇത് ഇവിടെയോ? അതേല്. ഇവിടെ അത്യാവശ്യം നമുക്കിനി വരുമ്പം ഇരിക്കാനും അത്യാവശ്യം നമുക്കിവിടെ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനും മഴയൊക്കെ പെയ്യുമ്പോൾ കയറി ഇരിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഷെഡ് വേണം. ആംബിയൻസ് ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഇവിടെ നല്ല രസമുണ്ടല്ലേ? ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരെണ്ണം വെക്കാം. അപ്പൊ ഈ നിലത്ത് വെക്കാനാണോ? എവിടെ? നിലത്തല്ല, നിലത്തുനിന്ന് ഒരു ശകലം പൊക്കി, അല്ലെങ്കിൽ ഒരു ഔട്ട് ഹൗസ് പോലെയൊക്കെ. അങ്ങനല്ല, ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് പോലെ നമുക്കൊരു സംവിധാനം വെക്കണം. എല്ലാം കൂടെ പറ്റുന്നതാണ്. ഏതായാലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങളിത് ഇവിടെ ഞാൻ ഈ മാവേൽ ഒരു ഊഞ്ഞാൽ കെട്ടാന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. ഇത് പറിക്കണോ? പിന്നെ അത് പറിക്കണം. ആ സാധനം എന്നാണെന്നറിയാമോ? അതാണ് അപ്പൂപ്പൻ താടി എന്ന് പറയുന്ന സാധനം. നല്ലതല്ലേ ഇതിനെ പറിച്ചു കളയുന്നത്? അതിൻ്റെ ആ പൂവ് അങ്ങോട്ട് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനുമേ മൊത്തം അതിൻ്റെ വിത്തുകളെല്ലാം വെളുത്തിരിക്കും.
അതിങ്ങനെ കാറ്റത്ത് പറന്ന് പറന്ന് പോയിട്ട് എല്ലായിടത്തും വീഴും. നിനക്ക് വേണ്ടി നിർത്തിയതാ ഇവിടെ. എന്റെ എനർജി തീർന്നു കഴിക്കാന്നാ. പിന്നെ 10 മണിയായില്ല. നീ വീട്ടിലാണെ 10 മണിയായിട്ടേ കഴിക്കൂ. വീട്ടിലാണ് 8 മണിയൊക്കെ കഴിയുമ്പോ എഴുന്നേറ്റ് ചായ കുടിച്ച് എല്ലാം കഴിയുമ്പോ 10 മണി. ഇപ്പൊ വിശക്കുന്നു, പണിയെടുക്കുന്നുണ്ട്. നിന്റെ ദൈവമേ, പണിയെടുത്തിട്ട് വിശക്കുന്നു. എനർജി തീർന്നു. ഇത്ര ഭാഗം നിനക്കുള്ളത് ഇവിടെ പറിച്ചു തീർക്ക്, എന്നിട്ട് കാപ്പി തരാം. അറിയത്തില്ല അല്ലേ? അത് കൊള്ളാം. എനർജി ഇല്ലായിരുന്നു, ഞാൻ ബാറ്ററി ഒരു തരത്തിൽ ഓടി. ശരി, ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറിച്ചാൽ മതി കേട്ടോ. അപ്പൊ പെട്ടെന്ന് തീരും. ഇതെന്നെ മരുന്നാണോ? അതെ അതെ, കാടിന് നോകൂടാ. കൊണ്ടോക്കോ 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 കൊണ്ടോക്കോ. ഒരു നേരം തീർത്തിട്ട് പോവാം കാപ്പ് കുടിക്കാൻ. തീർത്തു. തീർന്നില്ല. അങ്ങനെയാണെങ്കിൽ മണ്ട വരച്ച് കൊടുത്തിട്ട് പോയത്. അതല്ല, ഇങ്ങനെ ഈ ഒരു ലൈൻ. ഈ ഒരു ലൈൻ നിന്നിട്ട് ഇപ്പോഴേ ഞാൻ കഴിച്ചാൽ പിന്നെ പണിയാൻ പറ്റില്ല. എന്നാ അമ്മച്ചി കഴിക്കണ്ട. അച്ചമ്മച്ച ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. ഞാൻ കഴിക്കണമെന്നൊന്നുമില്ല, പണിതാ മാത്രം മതി. അല്ല, കഴിച്ചാ പിന്നെ പണി ചെയ്യാനെന്ന് പറഞ്ഞാൽ പിന്നെ കഴിച്ചാൽ പിന്നെ എനിക്ക് പണിയാനൊന്നും പറ്റത്തില്ല. വയറ് കൈ പറഞ്ഞാൽ ഇരിക്കുന്ന പോവുകയും ചെയ്യല്, മണ്ട ഇരിക്കുന്ന എടുക്കുകയും എടുക്കും. ശാലം കഴിച്ചാൽ പിന്നെ കുഞ്ഞിക്കാൻ കുഞ്ഞു അതിനെ ഞാൻ ഇരുന്ന് ഇറങ്ങി, പക്ഷേ എനിക്ക് ഇരിക്കാനും പറ്റില്ല. കുഞ്ഞു പറഞ്ഞ കേട്ടോ, ഉത്തരത്തെ ഇരിക്കുന്നേ പോവുകയും ചെയ്യല്, മണ്ട ഇരിക്കുന്ന എടുക്കുകയും വേണം. കക്ഷത്തിൽ ഇരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തെ ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണം. അങ്ങനെ. അതൊക്കെ തന്നെ ഞാനും പറഞ്ഞു. മെയ് അനങ്ങാതെ ജീവിക്കാമെന്ന് അങ്ങനല്ല, എന്നാ അവന് കാര്യം പിടികിട്ടിയില്ല ഒന്ന്. എനിക്ക് കാര്യം പിടികിട്ടി. ഒരു കാടും വെച്ചാൽ അവിടെ ഇരിക്കുക, അപ്പൂപ്പന്താടി എനർജി തീർന്നു. എനർജി തീർന്നു. എനർജിക്കുള്ള പണി ഉണ്ടാക്കാം കേട്ടോ. മടുത്തു. ശരി. എനിക്ക് പകരം 6 പണിയുന്നു, അവർക്ക് ഞാൻ വൈകിട്ട് 500 രൂപ തരുവേ. 500 രൂപ തരുമെന്ന് പറഞ്ഞു കളിപ്പം ഇരിക്കുന്നിടത്ത് ഞാൻ എടുത്തോട്ടെ. എടുത്തോ, പക്ഷെ പണിയണം, പറ്റിക്കല്ലേ. ഞാൻ വൈകിട്ടാവുമ്പോ ഞാൻ പറയുന്നത്രോ എടാ തീർക്കണം. അത് നടക്കുന്ന കാര്യമല്ലല്ലോ. എന്നാന്ന് ചോദിച്ചാൽ പണിയാവുന്ന എത്രയല്ലേ പണിയാൻ പറ്റുള്ളൂ. പൈസ തരുന്നില്ലേ? പൈസ തരുന്ന പറഞ്ഞ് ഞാൻ അടിമയാണോ? നമ്മളാ ഇവന്റെ കൈ കാശിരിക്കുന്നിടമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നില്ലേലും ഞാൻ എടുക്കും. ഇതേ പടം വരച്ചു കൊടുത്ത് മീൻ കുഞ്ഞുങ്ങളെ പോപ്പി, ഈ കാടിൻ്റെ ഉണ്ടല്ലോ, ഏറ്റവും മൂട് തീർത്ത് വേണം പറിക്കാൻ. അതായത് ഇതിൻ്റെ ഏറ്റവും ചോട്ടി പറിച്ച് പിടിച്ചിട്ട് പറിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എൻ്റെ വേര് സഹിതം പറഞ്ഞു പോരും. വീഡിയോ അതുപോലെ നീ മേലല്ലേ പിടിക്കുന്നത്, മണ്ണും കൂടെ മണ്ണ് വരുന്നൊന്ന് കുറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ മുകളിൽ പിടിച്ച് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അവിടെ നിൽക്കും, മുകൾവശം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത് തീർത്ത് പറിച്ചെടുക്കണമെങ്കിൽ ആ പറിക്കുന്ന കാടിൻ്റെ ചുവടുവശം തീർത്ത് നല്ലപോലെ പറിക്കണം. ഒത്തിരി കൂട്ടി പിടിച്ച് പറിക്കല്ലേ, അപ്പോൾ അത് വരാൻ പാടാണ്. കുറേശ്ശെ പറിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നല്ല വൃത്തിയായിട്ട് പറിച്ചെടുക്കാം. കണ്ടോ, അങ്ങനെ പറിച്ച് അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. 10 മണി ആകാറായി, നമുക്കെന്നാൽ കാപ്പ് കുടിച്ചാലോ? കാപ്പ് കുടിച്ചേക്കാം. എന്നാ ബാ. വേണം. അതിനെ കുഞ്ഞിക്ക് വേണമെന്ന്. കുഞ്ഞ് 1.5 മണിക്കൂർ മുന്നേ റെഡിയാ കാപ്പ് കുടിക്കാൻ. കാപ്പ് കുടിക്കാനേ ഇല വെട്ട, ഇലക്കകത്ത് കഴിക്കാവേ. ഇലക്കകത്തോ? ഇലയില കഴുകണ്ടേ? ഒന്ന് കുപ്പിക്കകത്ത് വെള്ളമില്ലേ, അതിനൊന്നേ ഞാൻ തുടച്ചെടുക്കാം. ഇനി അതൊന്ന് വെട്ടിയാലോ, അവിടെ വരണം. ഇത് കുഴപ്പമില്ല, ഇപ്പം കഴിക്കാനല്ലേ. 2 വെട്ടിയെടുക്കാം നമുക്ക്. കുപ്പിലെ വെള്ളമൊക്കെ എടുത്തു ഇട്ടോ, അതിനകത്തോട്ട് ഇട്ടു. അമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പാടാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പ്ലേറ്റിനകത്ത് എടുത്തു. നടുവിന് പ്രശ്നമുണ്ടോ അമ്മേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, അമ്മ ആ പ്ലേറ്റിനകത്ത് എടുത്തു, ഞങ്ങൾ എല്ലാവരും കൂടെ ഇലക്കകത്ത് കഴിച്ചോളാം. നമ്മളെല്ലാം ഈ ഒന്നേ പറയുന്നുള്ളല്ലോ, അതന്നെ അതെ.
1 2 3 4 പേരായി. 4 5 6 ഇത് വേണ്ട അപ്പം മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അമ്മയ്ക്കുള്ള എടുത്തോ. അങ്ങനെ ഇരിക്കാൻ വയ്യെങ്കിൽ പ്ലേറ്റിനകത്ത് കഴിക്കാം. അപ്പം അപ്പവും ഗ്രീൻ ബീൻസും ക്യാരറ്റും കിഴങ്ങും കൂടെ കറി. ഓ ഇരുന്ന കുഞ്ഞാപ്പി. കഴി കുഞ്ഞി വിശക്കുന്നെന്ന് പറഞ്ഞാലേ അങ്ങോട്ട് ആഞ്ഞു പിടിച്ച് കഴിച്ചു. ഇങ്ങനെ കഴിക്കാനാ അവിടെ ഒരു ട്രീ ഹൗസ് പോലെ സെറ്റാക്കാന്ന് പറഞ്ഞു. നമുക്ക് പയ്യെ സെറ്റ് ചെയ്യാം. എന്നാ സെറ്റ് ചെയ്തോ, ഞാനിവിടെ നിന്ന് കഴിച്ചോളാം. അതേലും ഇരുന്നു അതേണ്ട ഇരിക്കാൻ പാടാ. അതേലും അവിടെ വെയിലായി. ഇവിടെ ഒരു ഇതുണ്ട് തണലത്തൊരു തടി. ഈ തടിയൽ ഇതോ ബാ അവിടെ ഇരുന്നു. ഇനി അങ്ങനെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ? രാവിലെ അത്രയും പണിതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. ദൈവമേ എന്നാ പാടുക. എന്നെ ആണേലും വിശപ്പുള്ളതുകൊണ്ട് കഴിക്കും. കറിയൊക്കെ എത്ര മോശമാണെങ്കിലും വിശപ്പുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തോന്നും. അതെ അതെ അതെ. അല്ല പ്രത്യേകിച്ച് ഫുഡൊക്കെ നമ്മൾ പറമ്പിൽ വന്ന് ജോലിയൊക്കെ കഴിഞ്ഞേച്ച് കഴിക്കുമ്പോഴത്തേക്കിനും നല്ല വിശപ്പ് വരും. കൊള്ളാം അല്ലേ? വീട്ടിലാണ് ഈ ടേസ്റ്റ് കിട്ടുമോ? ഇല്ലല്ലോ. കുഞ്ഞേ ആ പൊടി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് വിശ്രമം കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ചോറും കൂടി ഇങ്ങെടുത്തു. അതും കൂടെ തീർന്നാ പിന്നെ വീട്ടിൽ പോകാലോ. നേരത്തെ ഇതൊക്കെ എങ്ങനെയല്ലോ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞു വൈകിട്ട് തന്നെ പോകുന്നുള്ളെന്ന് പറഞ്ഞോണ്ടാണോ നീ ചോറിഞ്ഞെടുത്തോ തീർത്താ പിന്നെ പോകാം? നേരത്തെ വീട്ടിൽ പോകും. ഉച്ചയാകുമ്പോ നമുക്ക് വിശക്കൂലോ, പണിയെടുക്കുന്നു. ഞങ്ങൾ ഉച്ചക്കേ കഴിക്കുന്നുള്ളൂ. ഞാൻ തീർക്കാം ഇങ്ങോട്ട്. തീർക്കും. ചോറ് നിൽക്കുന്നതുകൊണ്ടല്ല ഞങ്ങൾ ഉച്ചവരെ നിൽക്കുന്നത്. പിന്നെ കാട് കുറച്ച് തീരണ്ടേ? കുഞ്ഞു ഓർത്ത് കഴിക്കാൻ വന്നതാണ്. നമുക്കൊരു 10 മിനിറ്റ് വിശ്രമം. പറമ്പിൽ ഇറങ്ങിയപ്പോഴത്തേനും പോകണമെന്നുള്ള വീട്ടിൽ പോകണം. അയ്യോ പണിയെടുത്ത് മടുത്തു. ഇപ്പൊ കണ്ടോ നമ്മൾ ആ പറിച്ചത്രയും സ്ഥലമൊക്കെ നല്ല ക്ലീൻ ആയില്ലേ? അതാണ്. എടാ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചു വെച്ചാൽ അത് കീറി വരുന്നതും അതിന്റെ വീട്ടിലെ കാട് പറിക്കുന്നതും അതിന് വിളവുണ്ടാകുന്നതും ഒക്കെ കണ്ടാൽ എന്തൊരു സന്തോഷമാണ്. മനസ്സിന് നല്ല സന്തോഷമാണ് കൃഷി. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ഈ ഹാൻഡ് വീഡർ കൊണ്ട് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇല്ല. കണ്ടോ 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 കണ്ടോ? ഞാനും മുമ്പേ ചെയ്തായിരുന്നു, അന്നേരം ഒന്നും വരുന്നില്ലായിരുന്നു. ഇതെങ്ങനെയുണ്ട്? പെട്ടെന്ന് പണി തീരുകയല്ലേ? എങ്കിൽ ഇതും കൊണ്ടങ്ങ് ചെയ്താൽ മതിയോ? ഇതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്താ കണ്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാം. തീർന്നു പോയി. അമ്മയ്ക്ക് ആ വെള്ളം കൊടുത്തോണ്ട് അമ്മ ഇപ്പം കണ്ടോ പണി ഒരു ശകലം കൂടെ അങ്ങ് മടുത്ത്. പണി എടുക്കുവായിരുന്നാ പറഞ്ഞേ. ആ എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർത്ത് കിട്ടുവാണെങ്കിൽ വീട്ടിൽ പോയിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ ഊണ് വീട്ടിൽ ചെന്ന് കഴിക്കുന്നു, ഇവിടുന്ന് കഴിക്കുന്നു. ആ ഇവന്മാർക്ക് മടിയാന്നേ. ഞങ്ങളെ വഴിക്ക് വീട്ടിൽ ആ പണി പഠിക്കണം. അതാ പറഞ്ഞേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, രാവിലെ പറഞ്ഞതിൻ്റെ ബാക്കിയാ. ഉത്തരത്തിൽ ഇരുന്ന് എടുക്കുകയും ചെയ്യണം, കഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്. ആ പണി നടക്കത്തില്ല, പണിതു കേട്ടോ. ഈ സാധനം എന്നാന്നറിയാം ഇത്? അതായത് ഇതിൻ്റെ ഇല കണ്ടോ? ഇല ശ്രദ്ധിച്ചു നോക്കണം. കണ്ടോ ഇത്? ഇതിൻ്റെ പേരാണ് പുളിയാറിലെന്ന് പറയും. പുളിയാറില. അങ്ങനെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മുതൽ കേൾക്കുന്ന പേരായത് പുളിയാറിലെന്ന് പറയും. ഈ സാധനം ഉണ്ടല്ലോ, ഞാൻ ഓർക്കുന്നുണ്ട് ചന്നപ്ലാവിലെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ വയറുകടിയൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ സാധനം പറിച്ചുകൊണ്ട് വരും. പറിച്ചുകൊണ്ട് വന്നിട്ട് ഇത് മോരിനകത്ത് അരച്ച് കലക്കി കുടിക്കാൻ തരും. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ വയറുകടിയൊക്കെ മാറുമായിരുന്നു. വയറുവേദനയ്ക്കൊക്കെ തിന്നാവും. വയറുവേദനയ്ക്ക് അമ്മയെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായോ? ആ മനസ്സിലായില്ലേ? അപ്പാടമ്മ, ലക്ഷ്മിക്കുട്ടിയമ്മ. അപ്പോൾ ഇത് നിനക്ക് വയറുവേദന ഉണ്ടോ? ഒന്ന് തിന്നു നോക്കിയാൽ ഒരാൾ തിന്നു നോക്കിയാൽ അങ്ങനെ ഉണ്ടോ?
കഴിച്ചു നോക്കിയാൽ നമ്മൾ പുളിക്കാം. പുളിയല്ലേ? അതുകൊണ്ട് അതിന് പുളിയാറിലെന്ന് പേരിട്ടേക്കുന്നത്. 6 ഇല പോലല്ലേ അതിൻ്റെ ഇല ഇരിക്കുന്നത്? 6 പോലില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഏതാണ്ട് ഒരു 10-25 സെൻറ്റോളം സ്ഥലം നമ്മൾ തെളിച്ച് തീർന്നിട്ടുണ്ട്. എല്ലാവരും മടുത്തു. ഇനിയിപ്പം പിള്ളേരൊക്കെ ആണെങ്കിലും ഇതുപോലെ അങ്ങനെ ഒന്നും വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കലാപരിപാടിയൊക്കെ മതിയാക്കി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.